Hi guys, you are watching KP's Excel Tricks. It's me KP Rashik. ഈ വീഡിയോയിലൂടെ ഇന്ന് എക്സലിലെ ലൈൻ ബ്രേക്ക് എന്താണെന്ന് പരിചയപ്പെടാം. ലൈൻ ബ്രേക്ക് എങ്ങനെ ഒഴിവാക്കിയിട്ട് എങ്ങനെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാമെന്നെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ഞാനിവിടെ ഒരു 3 അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. 3 വ്യക്തികളുടെ അഡ്രസ്സാണ് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നത്. സോ എന്താണ് ലൈൻ ബ്രേക്ക് എന്തെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു ഫസ്റ്റ് സെല്ലിൽ അഥവാ A1 എന്ന സെല്ലിൽ A2 എന്ന സെല്ലിലുള്ളത് ഒരു വ്യക്തിയുടെ അഡ്രസ്സാണ്. റാഷിക്, റോസ് വില്ല, കാലിക്കറ്റ്, കേരള, ഇന്ത്യ. ഈ എല്ലാ വേർഡ്സുകളും അതിൻ്റെ ഓരോന്നിൻ്റെയും അടിയിലായിട്ടാണ് വന്നത്. അതിനാണ് ലൈൻ ബ്രേക്ക് അഥവാ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് ഓരോ വേർഡ്സും താഴോട്ട് വന്നത്. സോ ഈ ഡാറ്റ നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് ഡാറ്റ ഫിൽട്ടർ ചെയ്യാനോ സോർട്ട് ചെയ്യാനോ ഒന്നും കഴിയില്ല. സപ്പോസ് നമുക്ക് രാജ്യ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിലെല്ലാം സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ കിട്ടിയാൽ നമുക്ക് ഉപകാരപ്രദമാവില്ല. സോ ഈ ഒരു ഡാറ്റയെ നമുക്ക് എങ്ങനെ നോർമൽ വ്യത്യസ്ത കോളങ്ങളിലേക്ക് ആക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഡാറ്റ ഞാൻ സിലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡാറ്റ ടാബിലെ ടെക്സ്റ്റ് ടു കോളം എന്ന ഫംഗ്ഷൻ ഓപ്റ്റ് ചെയ്യുന്നു. നമുക്ക് അവിടെ 2 ഓപ്ഷൻ കാണാം, ഡീലിമിറ്റഡ്, ഫിക്സഡ് വിഡ്ത്തും. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ടു കോളം എന്ന വീഡിയോ. അത് ഞാൻ മുകളിലുള്ള ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഡീലിമിറ്റഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇടത് ഭാഗത്ത്. അതിൽ ഓട്ടോമാറ്റിക്കലി ടാബ് എന്നത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ അതിനുശേഷം ഞാൻ അതേഴ്സ് എന്ന ബോക്സ് ചെക്ക് ഇൻ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അവിടെ ഒരു ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യുകയാണ്. ഷോർട്ട് കട്ട് കീ മറ്റൊന്നുമല്ല, CTRL+J. സോ CTRL+J ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഒരു ബ്ലിങ്കിങ് പീരീഡ് കാണാൻ പറ്റും. അതാണ് CTRL+J, അത് ലൈൻ ബ്രേക്ക് ഒഴിവാക്കിയതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, നമുക്കൊരു ഡാറ്റ പ്രിവ്യൂവിൽ കാണാൻ പറ്റും വ്യത്യസ്ത കോളങ്ങളിലേക്ക് ആയിട്ടുണ്ട് ഈ ഒരു ഡാറ്റ. സോ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഡെസ്റ്റിനേഷൻ ഞാൻ ഓപ്റ്റ് ചെയ്യുന്നു. നമുക്ക് വേണ്ടത് ഓൾറെഡി ഉള്ള ഡാറ്റ അതുപോലെ വേണം, അതുപോലെ എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റ വ്യത്യസ്ത കോളങ്ങളിലേക്കും ആക്കണം. സോ ഞാനിവിടെ ഡാറ്റയുടെ പാത്ത് ഡെസ്റ്റിനേഷൻ വേറെ ആക്കി കൊടുക്കുന്നു. ഞാൻ B2 എന്ന സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഫിനിഷ് കൊടുക്കുന്നു. ഓക്കെ, സോ നമുക്ക് കാണാൻ പറ്റും വ്യത്യസ്ത കോളങ്ങളിലേക്ക് ഇപ്പോൾ നമ്മുടെ ഡാറ്റ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ അനായാസം വ്യത്യസ്ത കൺട്രി വൈസോ സ്റ്റേറ്റ് വൈസോ അതുപോലെ ജില്ലാ വൈസോ എല്ലാം നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.